ഗൈസ് എൻ്റെ പുറകിൽ കണ്ടോ നോക്കിയ പുറകിൽ സംഭവം കാണാണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ISRO അവിടെ ഉള്ളത്. അപ്പോൾ രാവിലെ ഗേറ്റ് കയറിയ അവിടെ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. ഫസ്റ്റ് ഗേറ്റിൽ വേറെ എന്തൊക്കെ എഴുതി കാണിക്കും, അത് കഴിഞ്ഞ് സെക്കൻഡ് ഗേറ്റിൽ അതുണ്ട്. അങ്ങനെ കുറച്ച് കലാപരിപാടി കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിപ്പോയത്. മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഇതാണ്ട ഈ മിനിയേച്ചർ കണ്ടില്ലേ, ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോ ഞാനായിട്ട് വായിക്കാൻ നിൽക്കണില്ല, നിങ്ങളായിട്ട് വായിച്ചോ. വീഡിയോക്ക് ലെങ്ത്ത് കയറും, അതുകൊണ്ടാണ്. എനിക്കിതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമല്ലോ. ഇതുണ്ടോ ISRO. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് എന്തൊക്കെ മിനിയേച്ചർ അതിനുണ്ട്, അടിപൊളിയല്ലേ. ഇതടുത്ത് ഇതൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ. ഇവിടുത്തെ ഏരിയ ഒക്കെ എന്ത് ഭംഗിയൊക്കെ, ഇത് ഇവിടുത്തെ ബസ്. പക്ഷേ ആ സാധനം അത് ഏതിൽ ഫിറ്റ് ചെയ്ത് പോകണതാണ് അതെനിക്കറിയത്തില്ല. അതുകൊണ്ട് ഏതൊരു സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താ കാണിച്ചിട്ടേ ഇതുണ്ടോ ഏതുണ്ട് നമ്മുടെ വണ്ടി അതാ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ഓഫീസേഴ്സ് വരുന്നു. ഉണ്ടോ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് പ്രശ്നമല്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ. ഗൈസ് ഇത് കണ്ടോ, റോക്കറ്റ് ലോഞ്ചിങ് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത്. എനിക്ക് അവിടുത്തെ ഫുട്ടേജും അല്ല വീഡിയോ എനിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫ്രണ്ട് ഗേറ്റിൽ തന്നെ അവർ ഒരു ഫ്ലെക്സിൽ ഇമേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നോക്കി. ഇത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ബസ്സാണ്. ഇതെന്താ സെക്കൻഡ് ഗേറ്റാണ്. അതിനപ്പുറം മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല. ഒരു കയ്യിൽ പിസ്റ്റൾ നോക്കിയ തൂക്കണ്ടോ, ഹാൻഡ് ഗണ്ണ്, അടിപൊളി. സാറിൻ്റെ സൈഡിൽ തൂക്കുകയെ ഇവിടെ ഇത്രേ കാണാനുള്ളൂ കേട്ടോ, വല്ലാണ്ട് ഒന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് മൊബൈലൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചെറിയ ഷോട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തോടെ ടാറ്റാ ബൈ.